How to make YouTube shorts that gets more views and subscribers. കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസിനെ നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത് ടിക്ടോക്കിന് ഒരു മറുപടിയായിട്ട് യൂട്യൂബ് കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല യൂട്യൂബ് ഷോർട്സ് ഒരു പുതിയ ഫീച്ചർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് കണക്കുകൾ അനുസരിച്ചിട്ട് ഒരു ദിവസം യൂട്യൂബ് ഷോർട്സ് വ്യൂസ് എന്ന് പറയുന്നത് 7 ബില്യൺ ആണെന്നാണ്. 7 ബില്യൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ ഇപ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബ് ഷോർട്സ് വെർട്ടിക്കൽ ഫോർമാറ്റ് വീഡിയോസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ്. അതായത് ഷോർട്ട് വീഡിയോസിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 9:16 ആണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് റെക്കോർഡ് ചെയ്യുക, ഇങ്ങനെയല്ല, ഇങ്ങനെ. ഷോർട്ട് വീഡിയോസ് നമുക്ക് രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം നമുക്ക് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് പ്രീ റെക്കോർഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് 15 സെക്കൻഡ് ഉള്ള വീഡിയോസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 മിനിറ്റ് വരെ മാക്സിമം ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് അല്ല, 58-59 സെക്കൻഡ് ആണ് അതിൻ്റെ കറക്റ്റ് റേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് 15 സെക്കൻഡിൽ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷനും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഓപ്ഷൻസ് നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്ത് നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടും. അത്ര ഓപ്ഷൻസ് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോവുക. അതിൻ്റെ താഴെ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് എ ഷോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഒരു റെഡ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ ടൈമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടൈമറിൽ നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നതാണ് ആ ടൈം കഴിയുമ്പോൾ. പിന്നെ അതിൻ്റെ മുകളിൽ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ സോങ് സെലക്ട് ചെയ്യുമ്പോൾ അത് പേഴ്സണൽ യൂസിന് മാത്രമാണ് യൂട്യൂബ് അലോ ചെയ്യുന്നുള്ളൂ. അതായത് നമുക്ക് ആ സോങ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ഷോർട്സിൻ്റെ മോണിറ്റൈസേഷനെ പറ്റിയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം യൂട്യൂബ് ഷോർട്സിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. റെക്കോർഡ് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് യൂട്യൂബ് തരുന്ന കുറച്ച് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മ്യൂസിക് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടൈം ലൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏത് ടൈമിൽ ഷോ ചെയ്യണം, ഏത് സമയത്ത് അത് സ്ക്രീനിൽ നിന്ന് പോകണം എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടൈം ലൈൻ. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്തതിന് ശേഷം മുകളിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ മെറ്റാഡാറ്റ കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വേണ്ട ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ പബ്ലിക് ആക്കണോ അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ആദ്യം അൺലിസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പബ്ലിക് ആക്കാവുന്നതാണ്. അതിൻ്റെ താഴെ സെലക്ട് ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ട് ഓഡിയൻസിൽ നിങ്ങളുടെ വീഡിയോ കിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിൻ്റെ താഴെയുള്ള ഏജ് റെസ്ട്രിക്ഷൻ ഓപ്ഷനിൽ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യണോ, അതായത് 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് കാണിക്കാവൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിന് നോ പോവാണ്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായി കൊടുത്തതിന് ശേഷം മുകളിലുള്ള അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആവും. അപ്ലോഡിങ്ങിനെ പറ്റിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട് അത് ഞാൻ എൻഡിൽ പറഞ്ഞുതരാം. കാരണം നമ്മൾ അപ്ലോഡിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ സെൽഫോണിലാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ഫോർമാറ്റിൽ എപ്പോഴും റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോസിനെ മാക്സിമം എൻഗേജിങ് ആക്കാൻ നോക്കുക. കാരണം യൂട്യൂബ് ഷോർട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓഡിയൻസ് റിറ്റൻഷൻ ആണ്. ഓഡിയൻസ് റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ എത്ര ശതമാനം ഓൺ അവറേജ് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം എൻഗേജിങ് ആയേ പറ്റുള്ളൂ. നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിന് കൂടുതൽ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയൻസ് റിറ്റൻഷൻ വേണം. ഏകദേശം 80-ന് മുകളിലുള്ള ഒരു ഓഡിയൻസ് റിറ്റൻഷൻ നിങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യണം യൂട്യൂബ് ഷോർട്സിൽ. ആ 80-ന്റെ മുകളിലേക്ക് ഓഡിയൻസ് റിറ്റൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോസ് എപ്പോഴും ഭയങ്കര ഷോർട്ട് ആക്കുക, ടു ദ പോയിന്റ് ആക്കുക. യൂട്യൂബ് ഷോർട്ട് വീഡിയോസിന് റെക്കമെൻഡ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണ്. കാരണം അവരുടെ ആപ്പിൽ അത്രേ അവർ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എത്രത്തോളം ചെറുതാക്കി അത് എൻഗേജിങ് ആക്കാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എയിം എന്ന് പറയുന്നത് 80% മുകളിലേക്ക് നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ വരുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിനെപ്പോഴും നിങ്ങൾ 15 സെക്കൻഡിൽ താഴെ വീഡിയോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീഡിയോ ലെങ്ത് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്ന ടോപ്പിക് അനുസരിച്ചിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വീണ്ടും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് സ്യൂട്ടബിൾ ലെങ്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ഏക വഴി എക്സ്പെരിമെൻറ്റ് ചെയ്യുക. പല വീഡിയോ ലെങ്ത് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഏതിനാണ് കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നതെന്ന് നോക്കുക. ഇനി ഞാൻ റെക്കോർഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം.
രണ്ടാമത്തെ കാര്യം എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി, അത് അത്ര എൻഗേജിങ് ആയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഡിറ്റിംഗ് വെച്ചിട്ട് അതിനെ കൂടുതൽ എൻഗേജിങ് ആക്കാൻ പറ്റും, കൂടുതൽ എൻ്റർടൈനിങ് ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് VN വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അത് ഫ്രീ ആണ്. അത് കൈൻമാസ്റ്ററിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം കൈൻമാസ്റ്റർ ഫ്രീ ഓപ്ഷനിൽ നമുക്ക് വാട്ടർമാർക്ക് വരും, VN വീഡിയോ എഡിറ്ററിന് അത് വരില്ല. പിന്നെ കൈൻമാസ്റ്ററൊക്കെ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഈ ചാനലിൽ എനിക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് VN വീഡിയോ എഡിറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയത് നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ഒരുപാട് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബ് ഷോർട്സ് യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. കാരണം നമ്മളൊരു Q&A വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ കമൻസിനും ഉത്തരങ്ങളായിട്ട്. VN വീഡിയോ എഡിറ്ററിൽ നിങ്ങൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെക്സ്റ്റ് ഫയൽ വരും. അത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. VN വീഡിയോ എഡിറ്ററിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ബട്ട് പവർഫുൾ. നമുക്ക് മുകളിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും, സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും, അതായത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ താഴെ പോയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ട്രിം ചെയ്യാം, എഫക്ട്സ് അതായത് ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്, ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്, ഫ്രീ ടു യൂസ് ഓഫ് കോഴ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർസിനെയും പോലെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ റെസൊല്യൂഷനൊക്കെ മാറ്റിയിട്ടാണ് എഡിറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, എപ്പോഴും നിങ്ങളുടെ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ 9:16 ആയിരിക്കണം. ഞാൻ എന്താണെങ്കിലും ഈ സോഫ്റ്റ്വെയറിൻ്റെ എഡിറ്റിംഗ് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ 4K അവൈലബിൾ ആണെങ്കിൽ നമുക്ക് 4K വരെ സിമ്പിളായിട്ട് ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഫ്രീ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ. അതാണ് VN വീഡിയോ എഡിറ്ററിൻ്റെ മറ്റൊരു ഗുണം. ഇനി നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്ക്രീനിൽ ഒരുപാട് മൂവ്മെൻറ്റ്സും ജംപ് കട്ട്സും പാറ്റേൺ ഇൻട്രപ്റ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വിഷ്വലി എൻഗേജിങ് ആയിരിക്കും. അതുവഴി നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടാൻ പറ്റും, അതുവഴി നിങ്ങളുടെ ഷോർട്സിന് കിട്ടുന്ന റീച്ചും കൂട്ടാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറ്റി പറയുന്ന ഈ വീഡിയോ മുകളിൽ ഈ ഭാഗത്തുള്ള ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്, മാക്സിമം നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. PC-യിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനിലുള്ള ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൻ്റെ ഷോർട്ട് ഷെൽഫിൽ വരും. പിന്നെ അതിനുള്ള ഓഡിയൻസ് ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ട് യൂട്യൂബ് അതിനെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ നോക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ PC ഉപയോഗിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും #ഷോർട്സ് എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ വീഡിയോ ഷോർട്ട് ഷെൽഫിലേക്ക് വരുമെന്ന് 100% ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, പക്ഷേ എന്താണ് ഈ ഷോർട്ട് ഷെൽഫ്? അപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൻ്റെ ഷോർട്സിന് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂട്യൂബ് ഷോർട്ട് ഷെൽഫ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഷോർട്ട് ഷെൽഫിൽ വരണം എന്ന് പറയാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, യൂട്യൂബ് അവരുടെ മെയിൻ പ്രൊമോഷൻ നടത്തുന്നത് ഷോർട്ട് ഷെൽഫിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വന്നാലേ കൂടുതൽ ആൾക്കാരിലേക്ക് അവരത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോവുക, താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ അതിൽ വരും. അപ്പോൾ ആ വീഡിയോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ മുകളിലുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പിന്നെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ സെയിം ഓപ്ഷൻ നമുക്ക് വരും ടൈറ്റിൽ എഴുതാനുള്ള. അവിടെ നല്ല ഒരു അടിപൊളി ടൈറ്റിൽ എഴുതി കൊടുക്കുക, എന്നിട്ട് മുകളിലുള്ള അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വീഡിയോനെ പറ്റിയിട്ട്. ഒന്നാമത്തത്, ഇത് VN വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്പോൺസർ ചെയ്ത വീഡിയോ അല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ യൂട്യൂബ് ഷോർട്സിനെ പറ്റി ഇത്രയും പൊക്കി അടിച്ച് ഇത്രയും ഗ്രോത്തൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എപ്പോഴും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചിലർക്ക് അങ്ങനെയാണല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഇതിൽ പെട്ടെന്ന് വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂസ് കിട്ടാതിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കുറേ വ്യൂസ് കിട്ടുമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരിക്കലും യൂട്യൂബ് ഷോർട്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് വരും. അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമ്മൾ യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഈ ഗെയിമിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇന്ന് യൂട്യൂബ് ഷോർട്സ് വന്നു അതുകൊണ്ട് ഇന്ന് കുറേ യൂട്യൂബ് ഷോർട്സ് ട്രൈ ചെയ്യാം, നാളെ വേറെ ഏതെങ്കിലും ഫീച്ചർ വരും അപ്പോൾ അത് കുറച്ച് നേരം ട്രൈ ചെയ്യാം, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് വീഡിയോസിന് യൂട്യൂബ് ഷോർട്ട് ഷെൽഫിൽ നിന്ന് വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമുള്ളൂ, നിങ്ങളുടെ വീഡിയോ പോരാ. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഓഡിയൻസിനായിട്ട് റെസണേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക.
നമ്മുടെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അതിൻ്റെ നല്ല ടൈറ്റിൽ കൊടുക്കാൻ നോക്കുക. അല്ലാതെ നമ്മുടെ വീഡിയോസ് യൂട്യൂബിന് ഇഷ്ടമല്ല, അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇത്രയും ടൈമും എഫേർട്ട് ഇട്ട് ചെയ്ത വീഡിയോ ആണ് എന്നിട്ട് എന്താണ് അതിന് ഇത്രയും വ്യൂസ് ഒന്നും കിട്ടാത്തതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒറ്റ കാര്യമുള്ളൂ, യൂട്യൂബ് അൽഗോരിതം അവരുടെ ഓഡിയൻസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവരത് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക. യൂട്യൂബ് ഷോർട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ യൂട്യൂബ് വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 6 കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബ് ഷോർട്സിനെ പറ്റിയിട്ട് ഞാൻ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരിയെന്നാ, ബൈ.